ഒറ്റയ്ക്ക് തള്ളാൻ എടുക്കാനായിട്ടുള്ള ഒരാളുണ്ട്, ശ്രീ ജിജിൻ. പരിപാടി ബൊക്കയും മാലയൊക്കെ ആയിട്ട് നമ്മള് കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പോണ്. തള്ളു ബാക്കിക്ക് തള്ളാലേ അവർക്ക്. എടാ തള്ളടാ. ഹലോ മാറി ആകെപ്പെട്ടു ഗൈസ്. എന്താ പറയാനുള്ളത്? ഈ ഒരു അവസരത്തിൽ ഒരു ബാറ്ററി വീക്കായ വണ്ടി കൊണ്ട് വന്നിട്ട് ആകെ ലോക്കായി. മാർക്കറ്റ് ഫുള്ള് എന്റെ വിഷ്ണുവിന് എന്താണ് എൻഗേജ്മെന്റ് പെട്ടു. മാർക്കറ്റ് ഫുള്ള് ഇന്ന് ഞങ്ങൾ ലോക്കാക്കാനുള്ള പരിപാടിയാണ്. കറക്റ്റ് മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ സെൽഫി എടുത്തോണേ. സെൽഫി ഒന്നല്ല, ഇത് വീഡിയോ ആണ്. ഉടനെ തന്നെ ട്രാഫിക് ഗതാഗത നിയന്ത്രണത്തിനെതിരെ നമുക്ക് കേസ് വരും. ഇപ്പോൾ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ചെറിയ അനുപേടൻ ജിജിൻ മേടിച്ച പൂ കേട്ടോ. രാവിലെ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ച ഫ്രഷ് പൂവാണ്. ജിജിനെ ഇവിടെ നോക്ക്. എന്താണ് ബൈ ഗായ്സ്. നമ്മുടെ ചെക്കൻ്റെ എൻഗേജ്മെന്റ് പോവാണ്. അപ്പോൾ ഗൈസ്, പെണ്ണ് കിട്ടാതെ നാറ്റുനോറ്റ് പെണ്ണ് കിട്ടിയ വിഷ്ണുവേട്ടന്റെ എന്താ എൻഗേജ്മെന്റ് ആണ്. അപ്പോൾ ക്യൂരിയോസിറ്റിയോട് കൂടി എല്ലാവരും കാത്തിരിക്കുക എന്താ സംഭവിക്കാൻ പോകുന്നത്. നിമിഷങ്ങളാണ്. നിന്നെയാണ് പൂവ് മേടിക്കാൻ കേട്ടോ. അതന്നെ വാടിയ പൂവാണെങ്കിൽ പറയണേ. ഇതിവിടെ വാടിയിരിക്കുന്നു. ഇത് കണ്ടിട്ട് നിനക്ക് ഫ്രഷ് പൂവ് അതന്നെ. സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി, പറയാൻ കൊതിച്ചതെല്ലാം ഇനി പറയാം. കേട്ടോ എന്തോന്നത് ഫുള്ള് കവർ ചെയ്യുന്നേ. മുട്ടത്തോടെ കളർ അടിച്ചു വെച്ചിരിക്കുക. അവളുടെ പണിയായിരിക്കില്ലേ? ഇതെങ്ങനെയുണ്ട്? പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ പേര് എന്താ പറയുന്നത്? വീട് മാറിപ്പോയത് നിന്നെ എവിടേക്ക് പോയിട്ട് വരുന്നത്? പണ്ട് സ്ഥലം എവിടെ? ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ്, കുന്നാച്ചിയല്ല. ചായ വേണോ? കാപ്പി വേണോ? അവിടെ വെള്ളമുണ്ട്. മറ്റേ ഇതേ അതിന്റെ കൂടെ എനിക്ക് നിൽക്കണം. ഞാൻ കഴിക്കുന്നില്ല. അങ്ങനെ നിന്ന് എനിക്ക് കഴിക്കില്ല. പക്ഷെ ബോട്ടിലൂടെ നീ ടൈൽസ് എല്ലാം ഇപ്പൊ ഇട്ടാണോ? അല്ല, ഇത് പഴയ ടൈലാണ്. വെള്ളയാണ് പുതിയ ടൈൽ. ഇവിടെ ഒന്നും കബോർഡ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. വാഷ് ബേസിൻ പഴയത് മാറ്റി, അങ്ങനെ കബോർഡ്സ് ചെയ്തു. പെയിന്റിംഗ് ഒക്കെ ആയിട്ടായി. ആരെ ഫോട്ടോ ഉണ്ട്? എന്തോ അവിടെ ഇതാണ് നീ ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞത്? അല്ല, ഡ്രസ്സിംഗ് തുറക്ക്. നമ്മുടെ വിഷ്ണുവിന്റെ സ്ലൈഡിങ് അഞ്ചാറ് പശു. ഇത് അഞ്ചാറൊന്നല്ല, അതിൽ കൊറേ ഉണ്ട്. ഈ ക്യാമറയിൽ കാണുന്ന സ്ഥലം മൊത്തം ആ ഒരു മലയൊക്കെ ഉണ്ടല്ലോ, പശുവിന്റെ അതേ സൗണ്ട്. ഹായ്, വാട്ട് അബൌട്ട് ദ ഹോം ടൂർ? ഹോം ടൂറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പശുക്കളാണ്. പശുക്കളുടെ ഓരിയിടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം.
ആ കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല? കറക്റ്റ് ടൈമിൽ കേട്ടു. ഒന്നിങ്ങോട്ട് കൊണ്ടുവന്നു. വൺസ് മോർ ഒന്നും കൂടി. ഒന്നുകൂടി വേറെ എന്ത് പറയാ വെച്ചപ്പോ ആ വെള്ളയും പുള്ളിയുള്ള പശുവിനെ തന്നെ കണ്ടില്ലേ? എന്താ അതിന്റെ ലുക്ക്, ഇത് കേട്ടോ. വെരി സെക്സി. വാട്ട് യു മീൻ? ഐ മീൻ വളരെ സുന്ദരിയാണ് ആ പശു, ഓക്കെ. അങ്ങനെ ഉദ്ദേശിച്ചത്. എത്ര ഹായ് ഗൈസ്. അങ്ങനെ ഞങ്ങള് ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടി വന്നു. ആദ്യം എവിടെ പോയി? ആദ്യം പെണ്ണിന്റെ വീടാണ് പോയി. ഇതെവിടെ സ്ഥലം? സ്ഥലത്തിന്റെ പേര് പറയും. ഇത് പറയുകയാണെങ്കിൽ ഇലപ്പുള്ളി കുന്നാച്ചി. മതി. കുന്നാച്ചി. പരിചയമായിട്ട് എന്റെ ഫോണെ വിളിച്ചെടുത്തു. വലിയ മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. കൊച്ചി എത്ര ജാടിയത്, അയാൾ അങ്ങനെ നിൽക്കില്ല, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് മുന്നേ. എനിക്ക് ഫുള്ള് പാടും. വാഴ ഒരു വാഴ എടുക്കുന്ന വാഴ വീടിൽ കുറച്ച് വാഴ കുരുതി കൊടുക്കണം. അത് ഞങ്ങൾ അവിടെ ഉണ്ട്. രണ്ടാളും അല്ല അങ്ങനെയല്ല, അത്രയും നല്ല ഒറ്റപ്പിടി ഇങ്ങനെ അങ്ങനെ പിടിക്കും. അറക്കൊന്നുമില്ല, ഇത് ഒരറ്റപ്പിടി. ഞാൻ പറഞ്ഞ സംഭവം എങ്ങനെ അറിയാം, അത് നിങ്ങളുടെ ഉണ്ടാവും എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട്. എടാ ഈ ചിരി ഓരോ രീതിയാണ്. ഇപ്പൊ എന്റെ വീട്ടില് തറവാട് അമ്പലമുണ്ട്. അവിടെ നമ്മൾ കൊടുക്കുന്നത് 4 ദൈവങ്ങളാണ്. കാലത്ത് അമ്പലത്തിൽ തിരുമേനി വന്ന് പൂജ കഴിക്കും. ഈവനിങ് 6 മണിക്ക് ശേഷം നമ്മൾ ആരെങ്കിലും പൂജ ചെയ്യാറ്. അപ്പോൾ ഈവനിങ് ഞാനാ ചെയ്യാറ് മിക്കവാറും. പൂജ ചെയ്യാറ് ഞാൻ തന്നെ വഴി കഴിഞ്ഞ പറഞ്ഞോ. എല്ലാ വർഷവും ഞാൻ തന്നെയാണ്. പുള്ളിയാണ് പുള്ളിയുടെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിലൂടെ എത്ര വലിയൊരു അത്രയും വലിയൊരു അമ്പലം നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാണ് മനോഹരമായ പാടം. പാടം പൂത്ത കാലം മ്യൂസിക്കില്ലേ? അവിടെ വിഷ്ണുവിന് പേര് എഴുതി വെച്ചിട്ടൊന്നുമില്ല. കുളത്തിലാണ് വിഷ്ണു ഡെയിലി രാവിലെ കുളിച്ചിട്ട് ഓഫീസിലേക്ക് വരുന്നത്. അതെ. ഈ കുളം ഞാൻ ഡെയിലി രാവിലെ വിഷ്ണു കുളിച്ചിട്ട് ഓഫീസിലോട്ട് വരുന്ന പറഞ്ഞു കേട്ടത്. മീൻ പിടിക്കാൻ പോവാണ്. ചൂടിടാന്ന് പറഞ്ഞല്ലോ അവർക്ക്. ഇതിലുണ്ട് കേട്ടോ, മീനുണ്ട്. കാണാണ്ട് വളർത്തണ്. എടാ ഇത് വളർത്തൊന്നുമല്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടാ കിടക്കുന്നത്. ഫുൾ ഓപ്പൺ. ചെറിയ മീനുകളാണ്. വളർത്തവർ അങ്ങനെയല്ലടാ, ഇപ്പൊ കുറച്ച് നമ്മൾ വാങ്ങി ഇടില്ലേ. ദിസ് ഈസ് തത്തമ്മ ഇൻ എ പ്ലാന്റ്. ഒരു ചെടിയിൽ തത്തമ്മ. തത്തമ്മ. ഇതെങ്ങനെ ഇതിന്റെ ആപ്ലിക്കേഷൻ? ഇരുട്ടാണല്ലോ. ഇവിടെ കുടിക്കല്ലേ? ഈ ടോപ്പ് പോർഷനില് ഞാൻ എടുക്കണം. ടോപ്പ് പോർഷനിലാക്കി ചെറിയൊരു തേൻ നുകര പറക്ക് പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. കുഴിച്ചു. വീട്ടിലെ സ്വന്തം കാണാനാണ്. ഇതാണ് വിഷ്ണു തമ്പുരാൻ കാലാകാലങ്ങളായിട്ട് പ്രാചീനമായിട്ട് എന്താ പറയുക തലമുറയായി കൈമാറി കിട്ടിയ സ്നാനം ചെയ്ത് വരുന്ന കുളം. ഹലോ ഗെയ്സ്, കാലാകാലങ്ങളായിട്ട് നമ്മളെ വിഷ്ണു തമ്പുരാൻ ഈ കോവിലകത്ത് ഇളമുറ തമ്പുരാൻ വിഷ്ണു സാറ് കാലാകാലങ്ങളായി സ്നാനം ചെയ്തു വരുന്ന പ്രാചീന കിണറാണിത്. കിണറല്ലടാ, അതൊക്കെ കട്ട് ചെയ്യലോ. ഗെയ്സ്, ഇത് പാരമ്പര്യമായിട്ട് വിഷ്ണു തമ്പുരാൻ കുളിച്ച് ആറാടി നീരാടി വന്നൊരു കുളമാണ്. ഇതിൻ്റെ അകത്ത് വിഷ്ണു തമ്പുരാൻ വളർത്തുന്ന 2 ഡോൾഫിൻസ് ഉണ്ട്. സോറി, കുളമല്ല ഗെയ്സ്, കിണർ എടുത്തിട്ടുണ്ട്. ഓക്കെ, കുഞ്ചുണ്ണി നഞ്ചുണ്ണി എന്ന പേരുള്ള 2 ഡോൾഫിൻസിനെ ആളുകൾ എന്റർടൈൻമെന്റ് വേണ്ടി വളർത്തുന്നുണ്ട്. 2 പേര്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താ പറയണ്ടേ? നമുക്കിങ്ങനെ മാറി ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഹലോ ഗൈസ്, നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് വിഷ്ണു തമ്പുരാന്റെ തെങ്ങും കുറ്റി. എന്നാ പറയേ, ആരെങ്കിലും ഒരാൾ പറയാം. ഗൈസ്, നമ്മളിനി പോകുന്നത് വിഷ്ണു തമ്പുരാന്റെ ഗോശാലയിലേക്കാണ്. ഓക്കെ, പ്രാചീന കാലം മുതൽ തന്നെ വിഷ്ണു സാറും വിഷ്ണു സാറിന്റെ കുടുംബാംഗങ്ങളും എന്താ പറയുക കൈമാറി കിട്ടിയ ഒരു ഗോശാലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പുള്ളിയുള്ള പശുവുണ്ട്, അവിടെ പുള്ളിയുള്ള പശുമ്പുണ്ട്, കുത്തുന്ന കൊമ്പുള്ള പശുമ്പുണ്ട്. നമുക്ക് പോയി കാണാം.
100 കണക്കിന് പശുക്കളുള്ള അയ്യോ അതോ ചാണകത്തിൽ ചവിട്ടിയോ. പേരെന്താ? ഹായ് ഗൈസ്, ഈ പുള്ളി പശുവിന്റെ പേരാണ് മിസ്റ്റർ വിഷ്ണു തമ്പുരാൻ വളർത്തുന്ന അമ്മിണി പശു. അമ്മിണി പശുവിന് എന്താ വാലുണ്ട്, കണ്ണുണ്ട്. പിന്നെ ഇത് കിങ്ങിണി. ഓക്കെ, ഇത് കിങ്ങിണിയുടെ മകളാണ് ഇതാ കിടക്കുന്നത്. ഓക്കെ, ഇത് സുധർമ്മ, ഇത് ഈ ആട്ടിത്യമുള്ള പശുവാണ്. ഇത് സുധർമ്മ മകൾ, സ്വർണ്ണലതയുടെ മക്കൾ. ഓക്കെ, അതെ അതെ. ഈ പശുക്കളുടെ പാല് കുടിച്ചാണ് വിഷ്ണു വളർന്നത്. വിഷ്ണു തമ്പുരാൻ ഡെയിലി 2 ലിറ്റർ പുള്ളിപ്പശുവിന്റെ പാലാണ് കുടിക്കുന്നത്. അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. രാവിലെ അമ്മിണിയുടെ പാലാണെങ്കിൽ രാത്രി സുധർമ്മയുടെ പാൽ. നമ്മൾ അടുത്തത് പോകുന്നത് വിഷ്ണു തമ്പുരാന്റെ വിശാലമായ വാഴത്തോപ്പിലോട്ടാണ്. വിഷ്ണുവിന്റെ വാഴത്തോപ്പ് ആയതുകൊണ്ടാണ് തോന്നുന്നു അത് കുഞ്ഞുനാളിലെ കഴിച്ചിട്ടുണ്ട്. അതെന്താ? അത് നേന്ത്രക്കായ, വിഷ്ണുവിന്റെ കായ നേന്ത്രക്കായ. നമ്മളിനി വിഷ്ണു തമ്പുരാന്റെ കല്യാണ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് വരാം. കമാൺ ഗൈസ്. ഓക്കെ, ഇനി നോക്കാൻ പറ്റും. മതി, അത്ര ഇപ്പൊ കുളിക്കണ്ട. ഞാൻ കളിച്ചാലും പിള്ളേര് കഴിച്ചത് വഴി തെറ്റില്ല. കറക്റ്റാ. ഷുഗർ കട്ട് പറഞ്ഞത് ആ വരുന്നടാ. എടാ അവന് പിള്ളേര് കുട്ടി ഞാനാണ്. മൂത്തു 40-40 വയസ്സായി. ഗൈസ്, വളരെ മനോഹരമായ ഐസ്ക്രീമാണ് ഗൈസ്. ഇല്ല, നിങ്ങളേറ്റാന്നാണ്. ഇതാണ് വിഷ്ണുവിന്റെ വീട്. സമയത്തിന് ബൈ ഗൈസ്. പുള്ളി ഇരട്ടായി.